ചാനലുകാരിൽ ഒരു 5 എണ്ണത്തിൽ വിളിക്കും, അതിൽ ഒരാൾ നമ്മളെയും വിളിക്കും, 4 എണ്ണം കൂടി നമുക്കെതിരെ. അപ്പൊ ഞാൻ കഴിഞ്ഞ സത്യസമ്മേളനത്തിൽ പറഞ്ഞു, നിങ്ങൾ ഇതേപോലെ തന്നെയാണ് എങ്കിൽ ഞങ്ങളാ ചർച്ചയിൽ വരേണ്ടതുണ്ടോ എന്ന് തീരുമാനിക്കും എന്ന് ഞാൻ പറഞ്ഞു വെച്ചപ്പോ പലരും എന്നെ വിളിച്ചു പറഞ്ഞു, സദാവേ അയക്കണ്ട, അവരെന്തെങ്കിലും പറഞ്ഞ് തുറഞ്ഞോട്ടെ. അത് സംബന്ധിച്ച് ആലോചിക്കേണ്ടിയുണ്ട്. ഞാനിപ്പോ അറിയിക്കാൻ പോകും, നമ്മളിപ്പോ അറിയിക്കും, ബാക്കി നിലയിൽ തന്നെ അറിയിക്കും. ഇപ്പോഴും തന്നെ ചില സ്ഥലത്ത് പോകാറില്ല, ചില ആളുടെ ആങ്കറായിട്ട് സ്ഥലത്തും പോകാറില്ല. തനി തോന്നിയാസം പറയുന്ന പോലെ ഉണ്ട് ആങ്കർ എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിരുന്നിട്ട് 10 പറയേണ്ട പല കാര്യമുണ്ടോ. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഇക്കാര്യം പറയുന്നത് ഇത് ആദ്യമായിട്ടല്ല. നേരത്തെ അദ്ദേഹം തിരുവനന്തപുരത്ത് AKG സെന്ററിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ തന്നെ ഇക്കാര്യം പറഞ്ഞിരുന്നു. മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് അദ്ദേഹം അന്നത് പറഞ്ഞത്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞതിന് ശേഷമാണ് വാർത്താ സമ്മേളനം എന്നുകൂടി ഓർക്കണം. അതുകൊണ്ട് തന്നെ CPIM കമ്മിറ്റികൾ ഇക്കാര്യം സജീവ ചർച്ചയാക്കി മാറ്റിയിട്ടുണ്ട് എന്നർത്ഥം. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഉറച്ച് CPIM സംസ്ഥാന സെക്രട്ടറിക്ക് പറയാൻ കഴിയുന്നത്. അത് വാർത്താ സമ്മേളനത്തിലും അതിനുശേഷം CPIMന്റെ പൊതുയോഗത്തിലും അദ്ദേഹം അത് ആവർത്തിക്കുന്നത് ചെറിയ കാര്യമല്ല. ചിലപ്പോൾ അത്തരമൊരു തീരുമാനത്തിലേക്ക് CPIM എത്തിയിട്ടുണ്ട്, അതല്ലെങ്കിൽ അത്തരമൊരു ചർച്ച CPIMൽ ആരംഭിച്ചിട്ടുണ്ട് എന്നർത്ഥം. ചാനലുകാരിൽ ഒരു 5 എണ്ണത്തിൽ വിളിക്കും, അതിൽ ഒരാൾ നമ്മളെയും വിളിക്കും, 4 എണ്ണം കൂടി നമുക്കെതിരെ. അപ്പൊ ഞാൻ കഴിഞ്ഞ സത്യസമ്മേളനത്തിൽ പറഞ്ഞു, നിങ്ങൾ ഇതേപോലെ തന്നെയാണ് എങ്കിൽ ഞങ്ങളാ ചർച്ചയിൽ വരേണ്ടതുണ്ടോ എന്ന് തീരുമാനിക്കും എന്ന് ഞാൻ പറഞ്ഞു വെച്ചപ്പോ പലരും എന്നെ വിളിച്ചു പറഞ്ഞു, സദാവേ അയക്കണ്ട, അവരെന്തെങ്കിലും പറഞ്ഞ് തുറഞ്ഞോട്ടെ. അത് സംബന്ധിച്ച് ആലോചിക്കേണ്ടിയുണ്ട്. ഞാനിപ്പോ അറിയിക്കാൻ പോകും, നമ്മളിപ്പോ അറിയിക്കും, ബാക്കി നിലയിൽ തന്നെ അറിയിക്കും. ഇപ്പോഴും തന്നെ ചില സ്ഥലത്ത് പോകാറില്ല, ചില ആളുടെ ആങ്കറായിട്ട് സ്ഥലത്തും പോകാറില്ല. തനി തോന്നിയാസം പറയുന്ന പോലെ ഉണ്ട് ആങ്കർ എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിരുന്നിട്ട് 10 പറയേണ്ട പല കാര്യമുണ്ടോ. MV ഗോവിന്ദൻ മാസ്റ്റർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ചർച്ചകളെല്ലാം ഏകപക്ഷീയമാണ് എന്നർത്ഥം. ഇപ്പോഴത്തെ ചർച്ചകൾ എങ്ങനെയാണ് നടക്കുന്നത്? ഒരു ആങ്കർ ഉണ്ടാക്കും, പിന്നീട് 4 ആൾക്കാർ ചർച്ചയിൽ പങ്കെടുക്കും. അതിലൊന്ന് കോൺഗ്രസിന്റെ പ്രതിനിധിയായിരിക്കും, ഒന്ന് BJPയുടെ പ്രതിനിധിയായിരിക്കും, ഒന്ന് നിഷ്പക്ഷത നാട്യമുള്ള ഒരു നിരീക്ഷകനായിരിക്കും, മറ്റൊരാൾ CPIMന്റെ പ്രതിനിധിയായിരിക്കും. ഇതാണ് ഇപ്പോഴത്തെ ചർച്ചയുടെ രീതി. പലപ്പോഴും CPIMന്റെ പ്രതിനിധി എന്ന് വെച്ചാൽ CPIMന്റെ ഔദ്യോഗിക ഭാരവാഹികൾ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, അങ്ങനെയുള്ള ആരും ഈ ചർച്ചയിൽ ഇപ്പോൾ പങ്കെടുക്കുന്നില്ല. അത് മറ്റൊരു പ്രശ്നമാണ്, അതേക്കുറിച്ച് പിന്നീട് പറയാം. ഇങ്ങനെ നടക്കുന്ന ചർച്ചയിൽ ഈ നിഷ്പക്ഷൻ എന്ന് പറഞ്ഞ് വരുന്ന ഒരാളുണ്ട്. അതാണ് ചർച്ചയുടെ ഏറ്റവും ക്രൂഷ്യൽ പോയിന്റ്. അദ്ദേഹം പലപ്പോഴും CPM വിരുദ്ധ പക്ഷത്ത് നിൽക്കുന്ന മാധ്യമപ്രവർത്തകൻ, നിരീക്ഷകൻ എന്നിവരായിരിക്കും. ഈ 3 പേർ ഉണ്ട്. ആ 3 പേർ പിന്നീട് മറുഭാഗത്ത് ഒരാളും. ഇതാണ് ഇപ്പോഴത്തെ ചർച്ചയുടെ രീതി. അപ്പോൾ നമ്മുടെ ആങ്കർ എന്ത് ചെയ്യണം? ആങ്കറായ അവതാരകനായ ആൾ നിഷ്പക്ഷത പാലിക്കണം. എല്ലാവർക്കും തുല്യ സമയമല്ല കൊടുക്കേണ്ടത്. 3 പേർ പറയുന്ന കാര്യങ്ങൾക്കും മറുപടി പറയാനുള്ള സമയം CPIMന്റെ പ്രതിനിധിക്ക് കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, CPIMന്റെ പ്രതിനിധി സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഇടപെട്ട് കളയും എന്ന രീതിയിലാണ്, ഇടപെട്ടുകൊണ്ടേയിരിക്കും. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ചർച്ചയിൽ ഒരു തരത്തിലും മേൽക്കൈ നേടാൻ CPIMന് കഴിയാറില്ല, CPIM പ്രതിനിധികൾക്ക് കഴിയാറില്ല. ഇതിൽ മറ്റൊരു അപകടമുണ്ട്. ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ, ആ ഇടതുപക്ഷ പ്രവർത്തകൻ CPIMന്റെ പ്രതിനിധി എന്താണ് പറയുന്നത് എന്ന് കാതോർത്തിരിക്കും. അപ്പുറത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി, BJPയുടെ പ്രതിനിധി ഒക്കെയുണ്ട്, അതോടൊപ്പം തന്നെ നിരീക്ഷകരുമുണ്ട്. ഇവരൊക്കെ പറഞ്ഞതിന് കൃത്യം അളന്ന് മുറിച്ച് മറുപടി പറയും ഇപ്പോൾ എന്ന് കരുതി അത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ഇടതുപക്ഷ മനസ്സുള്ള പ്രേക്ഷകരുണ്ട്. പക്ഷെ ആ പ്രേക്ഷകനെ നിരാശപ്പെടുത്തുന്ന രൂപത്തിലായിരിക്കും ഒന്നുകിൽ ഈ പ്രതിനിധി സംസാരിക്കുക, അതില്ലെങ്കിൽ അദ്ദേഹത്തെ സംസാരിക്കാൻ ആങ്കർ അഥവാ അവതാരകൻ അനുവദിക്കുകയും ചെയ്യില്ല. ഇതിൻ്റെ അത്യന്തികമായ ഫലം ഇതാ തോറ്റുപോയിരിക്കുന്നു. ഈ പറയുന്നത് മുഴുവൻ എന്ന് വെച്ചാൽ അവതാരകൻ പറയുന്നതും നിരീക്ഷകൻ പറയുന്നതും കോൺഗ്രസിൻ്റെയും BJPയുടെയും പ്രതിനിധി പറയുന്നതെല്ലാം ശരിയാണ് എന്ന ബോധ്യത്തിലേക്ക് ഈ ഇടതുപക്ഷ മനസ്സുള്ള ആൾ ചെന്നെത്തുകയും അദ്ദേഹം അത് വിശ്വസിക്കുകയും ശരിയാണ്, അവർ പറയുന്നതിൽ എന്തോ കാര്യമുണ്ട് എന്ന് വരികയും അത് 1, 2, 3 തവണ ആവർത്തിക്കുമ്പോൾ ശരിയാണ്, CPIM ശരിയല്ല, CPIM തീരുമാനം, ഇടതുപക്ഷത്തിൻ്റെ തീരുമാനം, സർക്കാരിൻ്റെ തീരുമാനം തെറ്റാണ് എന്ന ഉറച്ച ബോധ്യത്തിലേക്ക് ഈ ഇടതുപക്ഷ മനസ്സുള്ള ആൾ മാറുകയും ചെയ്യും. അതാണ് അവസ്ഥ.
ഇത് വലിയ ഗുരുതരമായ രാഷ്ട്രീയ പ്രതിസന്ധി CPIM സൃഷ്ടിക്കുന്നുണ്ട്. CPIM അണികളും പ്രവർത്തകരും മെല്ലെ മെല്ലെ CPM നിന്ന് മാറുകയോ അതല്ലെങ്കിൽ സജീവ പ്രവർത്തനത്തിൽ നിന്ന് മാറുകയോ ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ്. അതോടൊപ്പം CPIM ഒരു ആൾക്കൂട്ടത്തിൽ ഒരു ചർച്ച നടക്കുമ്പോൾ, ഒരു രാഷ്ട്രീയ ചർച്ച നടക്കുമ്പോൾ അതിൽ ഇടപെട്ട് സംസാരിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് ദുർബലനായി മാറുന്നു ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ എന്ന ഗുരുതരമായ പ്രശ്നവുമുണ്ട്. ഇനിയിപ്പോൾ ചർച്ചയിൽ പങ്കെടുത്തിട്ടില്ല എങ്കിലും അവിടെ വരും ഒരു ശിഖണ്ഡി. അതാണ് ഏറ്റവും അപകടകരമായ മറ്റൊരു കാര്യം. അവിടെ ഇടതുപക്ഷ നിരീക്ഷകൻ, ഇടതുപക്ഷ സഹയാത്രികൻ എന്തൊക്കെ പറഞ്ഞ് ചിലവർ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ആർക്കും അറിയില്ല. 23 വർഷമായി തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തനം നടത്തുന്ന എനിക്ക് പോലും, എന്ന് വെച്ചാൽ CPIM വാർത്തകൾ കൈകാര്യം ചെയ്യുന്ന എനിക്ക് പോലും അറിയില്ല ഇതാരാണ് ഈ സംസാരിക്കാൻ വരുന്നത് എന്ന്. ചാനലിൽ ഒരാൾ വേണം, ഇടതുപക്ഷ നിരീക്ഷകനെന്നോ ഇടതുപക്ഷ സഹയാത്രികനെന്നോ നിലയിൽ. ഇദ്ദേഹം എവിടെയും ഒരു ആർട്ടിക്കിൾ പോലും എഴുതി പരിചയമില്ലാത്ത ആളാണ്. CPIM കുറിച്ച് എവിടെ നിന്നാണ് പൊങ്ങി വരുന്നത് എന്നറിയില്ല. അങ്ങനെയുള്ള ആളുകൾ വന്നിരുന്ന് ആങ്കർ എന്താണോ പറയുന്നത് അത് മൂളിക്കേട്ട് ശരിയാണ് എന്ന് ഭവിച്ച് ഇറങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ട്. ഇത്തരം ശിഖണ്ഡികൾ ഇപ്പോൾ നിരവധിയുണ്ട്. ആ ശിഖണ്ഡികളെ കൂടി തള്ളിപ്പറയാൻ CPIM തയ്യാറാകണം. അവരാണ് CPIM പ്രതിനിധികളെക്കാളും CPIM ദ്രോഹം ചെയ്യുന്നത് എന്നർത്ഥം. ഈ ശിഖണ്ഡികളെ മുന്നിൽ നിർത്തിയാണ് CPIM കടന്നാക്രമണം നടത്താൻ മാധ്യമങ്ങൾ തയ്യാറെടുക്കുന്നത് എന്നർത്ഥം. അതുകൊണ്ട് ഈ ശിഖണ്ഡികളെ തള്ളിപ്പറയാനും CPIM തയ്യാറാകണം. അതുമാത്രമല്ല, ചർച്ചയിൽ പങ്കെടുക്കുന്നത് പൂർണ്ണമായും മാറി നിൽക്കുന്നത് ഗുണകരമാണോ എന്ന ചർച്ചയും CPIM ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ സാധ്യത കൂടി പ്രയോജനപ്പെടുത്താൻ കഴിയേണ്ടതല്ലേ എന്ന ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട്. അവിടെയാണ് CPIM അനുകൂലമായ ഒരു നീക്കവും അല്ലെങ്കിൽ അനുകൂലമായി ഒന്നും നടക്കാത്ത അവസ്ഥ, ഇത്രയും ആളുകളോട് മറുപടി പറഞ്ഞ് പൊരുതി നിൽക്കേണ്ടി വരുന്ന അവസ്ഥ, അതിന് അവതാരകൻ അവസരം നൽകാത്ത അവസ്ഥ. അത്തരമൊരു ചർച്ചയിലേക്ക് പോകേണ്ടതില്ല എന്ന് തീരുമാനിച്ചാൽ പോലും എന്ത് മറുവഴി എന്ന് ചിന്തിക്കേണ്ടതുകൂടിയുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളെ കൂടുതൽ ആശ്രയിക്കുക എന്നതാണ് അതിനുള്ള മറുപടി. അതിലേക്ക് CPIM മാറും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ചർച്ചയിൽ പങ്കെടുക്കുകയോ പങ്കെടുക്കാതിരിക്കുകയോ ചെയ്യാം CPIM. പക്ഷേ അവരെക്കാളും CPIM ദ്രോഹം ചെയ്യുക ഈ ശിഖണ്ഡികളാണ്. ഈ ശിഖണ്ഡികളെ കൂടി തള്ളിപ്പറയാൻ തയ്യാറാകണം. ശിഖണ്ഡികളെ മുൻനിർത്തി മാധ്യമങ്ങൾ നടത്തുന്ന ഈ വേട്ടയെ കൂടി തള്ളിപ്പറയാൻ തയ്യാറാകണം CPIM. എങ്കിൽ മാത്രമേ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എന്ന തീരുമാനം കൂടുതൽ ഫലപ്രദമാവുകയുള്ളൂ.